അല്ല, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് UDFന്റെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. കാരണം 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുറി കൂടി കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടും എന്നൊക്കെ പലരും ഇതിനോടകം പ്രവചിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ മേൽനോട്ട ചുമതലയിരിക്കുന്ന അതിന്റെ നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന ആളുകളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. താങ്കൾ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തവണ പേരാവൂരിൽ മത്സരിക്കാൻ ഇറങ്ങാം എന്ന് തീരുമാനിക്കാൻ കാരണം? ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തീരുമാനിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്? ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അല്ല, അത് സ്വാഭാവികമായും അങ്ങനെയാണ്. പക്ഷേ താങ്കൾക്ക് മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും തയ്യാറെടുപ്പ് കുറവില്ല. ഇല്ല, അതായത് താങ്കൾ സന്നദ്ധനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതെ. അപ്പോൾ ഇത്തവണത്തെ തീരുമാനം മുഴുവൻ മുതിർന്ന നേതാക്കളും മത്സര രംഗത്തുണ്ടാകണം എന്നാണ്. ഇപ്പോൾ ഒരു ഫോർമുല കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്നതായി അറിയുന്ന ചില വിവരങ്ങൾ ഞാൻ താങ്കളോട് പറയും. ഒന്ന്, KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വേണ്ടി 2 പേരുടെ പേരുകൾ പരിഗണിക്കും. ഒന്ന് ഷാഫി പറമ്പിലിന്റെ, ഒന്ന് K മുരളീധരന്റെ. താങ്കൾ പൂർണ്ണമായി പേരാവൂരിലേക്ക് പോകുന്നു. ഈ മത്സര രംഗത്ത് ഞാൻ ഇത്തവണ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് K മുരളീധരൻ ഞാനുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ ഇല്ല, ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നിട്ടില്ല, ആരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സംവിധാനം എന്നൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു ഇരട്ട പദവി എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഉചിതമായ ഇപ്പം ഞങ്ങളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാനല്ല. സ്ഥാനാർത്ഥി നിർണയം വൈകിയേ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യം UDFലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. ഞാൻ അതിലേക്ക് വരാം. കോൺഗ്രസിലെ സ്ക്രീനിങ് കമ്മിറ്റി നേതാക്കന്മാർ അംഗങ്ങളെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് അവർ ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി കൂടണം, സ്ക്രീനിങ് കമ്മിറ്റി പേരുകൾ നിർദ്ദേശിക്കണം, അൾട്ടിമേറ്റായിട്ട് അന്തിമമായിട്ട് ഹൈക്കമാൻഡ് പേരുകൾ പ്രഖ്യാപിക്കണം. അല്ല, KPCC അധ്യക്ഷനായിരിക്കുന്ന താങ്കൾ പേരാവൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാകുമ്പോൾ KPCC അധ്യക്ഷ പദവിയിൽ എന്ത് ചെയ്യും? അത് ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. മത്സരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. പോലെ ഒരു മുതിർന്ന ആൾക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഇല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ K മുരളീധരൻ അധ്യക്ഷ പദവിയിൽ താൽക്കാലിക, അത് വെറും അഭ്യൂഹങ്ങളും വാർത്തകളും മാത്രമാണ്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ പേര് KPCC അധ്യക്ഷ പദവിയിൽ വരുന്നതിനൊരു താൽക്കാലിക ചുമതലയിൽ വരുന്നതിനൊരു കാരണമായി പറയുന്നത് പാലക്കാട് ഷാഫി ഇപ്പോൾ നിന്നാൽ ഷാഫിക്ക് അത് തിരിച്ചടിയാകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ചീത്ത പേര് കോൺഗ്രസിന് അവിടെ തിരിച്ചടിയില്ല. ഷാഫി നമുക്കറിയാലോ, ഏറ്റവും ശക്തനായ നേതാവല്ലേ. വടകരയിൽ ഷാഫി മത്സരിച്ച സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഷാഫിക്കെതിരെ എന്തെല്ലാം തെറ്റായ പ്രചരണങ്ങൾ, കാഫീർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകളും പ്രചരണങ്ങളും ഉണ്ടായില്ലേ. എന്തായിരുന്നു ഷാഫിയുടെ ഏറ്റവും LDFനെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റാണ് ശൈല ടീച്ചർ. ആ ശൈല ടീച്ചറെ ചെറിയ വോട്ടിനല്ലല്ലോ ഷാഫി പരാജയപ്പെടും. ഷാഫി എവിടെ നിന്നാലും ജയിക്കും, ഒരു തർക്കവുമില്ല. നല്ല ജനവേന്ദ്രയുണ്ട്, നല്ല കഴിവുള്ള യുവത ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ് ഷാഫി. അപ്പോൾ എവിടെ നിന്നാലും ജയിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലൊരാളെ മത്സരരംഗത്ത് ഇറക്കണം എന്ന അഭിപ്രായം. അതുകൊണ്ടാണ് പാർലമെന്റിൽ ജയിച്ചത്, പാലക്കാട്ടിൽ ജയിച്ചത്, ആവർത്തിച്ച് ജയിച്ചത്. എവിടെ നിന്നാലും ജയിക്കുന്നതാണ് പറഞ്ഞത്. പാലക്കാട് പറഞ്ഞെടുത്ത് പാലക്കാട് പുള്ളിക്ക് ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രയാസവും ഇല്ലെന്നാണ്. അല്ല, ഞാൻ ആ പ്രയാസത്തിന്റെ കാരണം പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ഇല്ല, അതൊന്നും ഷാഫിയെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഞാൻ പ്രസിഡന്റിന്റെ ഉള്ളിലിരിപ്പായി ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കൾക്കറിയാമല്ലോ, മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ, മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ, അവരുടെ പട്ടികയിൽ ഷാഫി പറമ്പിൽ ഉണ്ട്. പ്രധാനപ്പെട്ട ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. നല്ല ഒരു പൊളിറ്റീഷ്യനാണ്, നല്ല ഫിഗറാണ്, നല്ല സ്ട്രാറ്റജി അദ്ദേഹത്തിനുണ്ട്, വിന്നിങ് സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം മത്സരിക്കണോ തീരുമാനിക്കേണ്ടത് ഞങ്ങളാരുമല്ല. അല്ല, അത് ശരിയാണ്, സാങ്കേതികമായി അങ്ങനെയല്ല. പക്ഷേ എങ്കിലും ഒരു നിർദ്ദേശം വെക്കുമ്പോൾ ഷാഫിയുടെ പേര് താങ്കൾ വിട്ടുകളയില്ല. ഞാൻ ഒരിക്കലും ഒരു പേരിലേക്കല്ല. ആലോചന അത്തരം കാര്യങ്ങളിൽ തക്ക സമയത്ത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ്. അതായത് ഷാഫി വിജയസാധ്യതയുള്ള ഒരാളായി തന്നെയാണ് താങ്കൾ പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ K മുരളീധരൻ ആയിരിക്കുമോ? നല്ല പ്രസരിപ്പുള്ള, നല്ല സ്വീകാര്യതയുള്ള ഈ ഇലക്ഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയാണ് K മുരളീധരനെ ഏൽപ്പിച്ചത്. അവിടെ 10 സീറ്റ് ഉണ്ടായിരുന്നിടത്തത് ഈ കുഡ് ഡബിൾ ഇറ്റ് 20 സീറ്റായിട്ട്. അത് പ്രതികൂല സാഹചര്യങ്ങളാണ്. എന്താ പ്രതികൂല സാഹചര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കോൺഗ്രസ് UDF ജയിച്ച വാർഡുകളിലെ, കോർപ്പറേഷൻ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 18,000. LDFും CPMും ജയിച്ചത് 4,000 വോട്ടാണ്. അവർക്കനുസരിച്ച് വാർഡ് വെട്ടിമുറിച്ചു. ഞങ്ങളെ കേന്ദ്രങ്ങളെല്ലാം ബൾക്കായിട്ട് 18,000 വോട്ടർമാർ. ആ സമയത്ത് ആ വാർഡ് 2 ആക്കിയിരുന്നെങ്കിലോ? അതെ,
2 കൗൺസിലർമാർ ജയിക്കും. അപ്പോൾ ആ പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ചാണ് കെ മുരളീധരൻ്റെ ശക്തമായ നേതൃത്വത്തിൽ ഒന്ന് ശബരിനാഥിനെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം പ്രഖ്യാപിച്ചു. അതെല്ലാം വലിയ മുന്നേറ്റം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കൊല്ലത്ത് ഹഫീസിൻ്റെ പേര് നിർദ്ദേശിച്ചത്. അത് പ്രസിഡന്റ് പറയുന്നത് ഈ മത്സരിക്കുക എന്നതിനൊപ്പമോ അല്ലെങ്കിൽ അതിനപ്പുറമോ മുരളീധരന് ഈ കാര്യങ്ങളിൽ, അതായത് മത്സര രംഗത്തുള്ളവരെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘടന നല്ല സ്വീകാര്യതയുണ്ട്, നല്ല സ്വീകാര്യതയുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് പ്രസക്തി അവിടെ ഉണ്ട്. അല്ല പ്രസിഡന്റ്, എന്റെ ചോദ്യത്തിന് ഒരു പ്രസക്തി അവിടെ ഉണ്ട്. കാരണം അദ്ദേഹം KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് നേതാക്കന്മാർ, കഴിവുറ്റ നേതാക്കന്മാരുടെ ഒരു ടീമാണ് കോൺഗ്രസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.